മലങ്കര സഭയുടെ മക്കൾ സൂര്യനുള്ളിടത്തോളം കാലം ഈ ഭരണഘടനയോ കാതോലിക്കേറ്റിനെയോ വിട്ടുനിൽക്കുവാൻ തയ്യാറാവുകയില്ല എന്ന് നാം ഓർത്തിരിക്കണം. അതിന് ഏതെല്ലാം തരത്തിലുള്ളതായ പ്രതികൂലതകൾ ഉണ്ടായിരുന്നാലും ആ സഭയുടെ സ്വാതന്ത്ര്യത്തിന് മാറി നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ മലങ്കര സഭയിലെ വൈദികരായിട്ട്, അൽമായക്കാരായിട്ട്, മേൽപ്പട്ടക്കാരായിട്ട് ഒരു കുഞ്ഞു പോലും തയ്യാറാവുകയില്ല എന്നുള്ളത് ലോകമെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായ സത്യമാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ, മലങ്കര സഭയുടെ ഭരണഘടനയ്ക്കും സ്വാതന്ത്ര്യത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന അനേകരെയും മലങ്കര സഭയ്ക്ക് അറിയാം. പക്ഷേ മലങ്കര സഭയ്ക്ക് ആരോടും പരാതിയില്ല. സഭ ഏതെല്ലാം തരത്തിലുള്ള തീക്കകത്തൂടെ പോയില്ല എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, കുന്തമേറ്റ് രക്തസാക്ഷിയായി തീർന്ന മാർത്തോമാ ശ്ലീഹായുടെ നസ്രാണി പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സജീവമായ സഭയാണ് മലങ്കര സഭ. അത് മറന്നു പോകരുത്. മലങ്കര സഭയുടെ 34 ഭരണഘടന കൊണ്ട് ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ പള്ളി പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഏതറ്റം വരെയും മരണം വരെയും ഞങ്ങൾ പോരാടുമെന്നുള്ളതിന് യാതൊരു സംശയവും. സഹോദരങ്ങളെ, കാതോലിക്കന്റെ കീഴിൽ സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള വൈദേശിക മേലധ്യക്ഷത്തിൻ്റെ കീഴിൽ പോകുവാൻ മലങ്കര സഭ ഒരിക്കലും തയ്യാറായിട്ടില്ല. മരിക്കുന്നതുവരെ ഞങ്ങളുടെ സിരകളിൽ രക്തമുള്ളിടത്തോളം കാലം തയ്യാറാവുകയുമില്ല എന്നുള്ളത് മറന്നിരിക്കരുത്. ഓർത്തുകൊള്ളണം, ഈ സഭയുടെ മക്കളായി ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, സന്തോഷം, അഭിമാനം വിറ്റുകളയാതെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.